അതേസമയം മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തിയിരിക്കുന്നു. 11:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും ചേരുന്നുണ്ട്. മൂന്നാം ദിവസവും അവിടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം. ആദ്യമായാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇത്രയും അധികം കൂടുന്നത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം കൂടുതൽ പൂർത്തിയാകും. തിരച്ചിലിന് കൂടുതൽ സന്നാഹങ്ങൾ, കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനം തന്നെയാണ്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടിയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ സേനകളൊക്കെ പങ്കാളികളാകുന്നു. അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും എയർഫോഴ്സിന്റെ ഒരു പ്രത്യേക വിങ് തന്നെ ഇപ്പോൾ റിസർവായിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. 5 ഹെലികോപ്റ്ററുകൾ, അതായത് വിവിധ ഇനത്തിൽപ്പെട്ട 5 ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവ കോഴിക്കോടുണ്ട്. അവർ റിസർവായിട്ട് അവിടെ ഉണ്ടാവും. വയനാട്ടിൽ മാത്രമല്ല, ഇനി എവിടെയെങ്കിലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാവുകയോ അത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാവുകയോ അവിടെ പോകുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുമായി ഒരു ഏകദേശം 200-ലധികം വരുന്ന സൈനികരുടെ സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇപ്പോഴുണ്ടെന്നാണ് നമുക്കിപ്പോൾ അവസാനമായി അറിയുവാൻ കഴിയുന്നത്. മാത്രമല്ല, ഇനിയും കൂടുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ ആദ്യ സംഘം ആ അപകടം നടന്ന ആ മേഖലയിലെല്ലാം തന്നെ ഒരു ഏരിയൽ സെർച്ച് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്, ഹെലികോപ്റ്റർ ഇരുന്നുകൊണ്ടൊരു പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു പ്ലാൻ തയ്യാറാക്കും. അത് അനുസരിച്ചായിരിക്കും ഇനി അടുത്ത മുന്നോട്ടുള്ള പോക്ക്. കാരണം ഓരോ മണിക്കൂറുകൾ വൈകും തോറും ആരെങ്കിലും മണ്ണിനടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് എയർഫോഴ്സിന്റെയും ആർമിയുടെയും NDRFന്റെയും ഒപ്പം രക്ഷാപ്രവർത്തകരുടെയും മുന്നിലുള്ള ആ ദൌത്യം. ആ ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് അല്പം മുമ്പ് എയർഫോഴ്സിന്റെ വൈമാനികരടങ്ങുന്ന സംഘം, അവരുടെ പ്രത്യേക പരിശീലനം നേടിയ സംഘം ആ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വലിയ തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വെച്ച് അവർ പങ്കുവയ്ക്കും. ഒപ്പം ഇപ്പോൾ നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നത് സേനാ വിഭാഗങ്ങൾ കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ കൂടി അവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കും. കൂടുതൽ ഗുരുതരമായി പരിക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളും സേനാ വിഭാഗങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗമാണ് ചേരുക. അതായത് ഇതുവരെ രക്ഷാപ്രവർത്തനങ്ങൾ എന്തായി, അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭയും ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങളും കേന്ദ്രവും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും സേനാ വിഭാഗങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയം എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും മണ്ണിനടിയിൽ ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ മേഖലകളിലേക്ക് നടത്താൻ പോകുന്ന ഒരു അന്വേഷണം, അതാണ് ഇനി അടുത്ത ഘട്ടത്തിലുള്ളത്. അതിനുവേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. ബെയിലി പാലം പൂർത്തിയാകുന്നതോടെ തന്നെ കൂടുതൽ യന്ത്രസാധനങ്ങളും പോലീസ് സേനാ അംഗങ്ങളുടെയും കൂടുതൽ വാഹനങ്ങളും അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആരോഗ്യവകുപ്പിന്റെ കാര്യത്തിലുള്ള ഒരു സേവനമാണ്. കാരണം നിലവിൽ പല സ്ഥലങ്ങളിലും ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. ഇവരുടെ ആരോഗ്യ നില ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും ആരോഗ്യവകുപ്പ് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഡോക്ടർമാരുടെ സംഘത്തെ കോഴിക്കോട് വിമാനമാർഗം എത്തിക്കും. അവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നതിന്. ഇതിന്റെ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകണം. അതിനായി ഡോക്ടർമാരുടെ സംഘത്തെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇനി അവിടെ ആവശ്യമായി വരിക ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനമാണ്. അത്തരത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനത്തിനായി വിവിധ സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോടും കണ്ണൂരും ഒക്കെയുള്ള സഹകരണ മേഖലയിലുള്ള ആശുപത്രികളാണ് അവരുടെ ഡോക്ടർമാരെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും അങ്ങോട്ടേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെയും എത്തിച്ചു കഴിഞ്ഞുകൊണ്ട് സമാന്തരമായി ചെറിയ ചെറിയ ക്ലിനിക്കുകൾ തുടങ്ങിക്കൊണ്ട് ആളുകൾ
ആളുകൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഈ തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിലും ചർച്ചയാവും. എന്തായാലും 1 മണിയോടുകൂടി ഒരു സമ്പൂർണ്ണ ആക്ഷൻ പ്ലാൻ, അതായത് ബാക്കിയുള്ളവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്പൂർണ്ണ ആക്ഷൻ പ്ലാനിലേക്ക് സംസ്ഥാനം തിരിയും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അതേസമയം ഇനിയുള്ള സമയങ്ങൾ വളരെ കൃത്യതയോടെയും കണിശതയോടും കൂടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സേനാ വിഭാഗങ്ങൾ. കാരണം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണ്. അത് കൃത്യമായും കണ്ടെത്തി അവരെ പുറത്തെടുക്കുക എന്നുള്ള ജോലിയിലേക്കാണ് സൈന്യം ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ, അതായത് ബുധനാഴ്ച വരെയാണ് അവർ പറഞ്ഞിരുന്നത് മഴയുടെ സാധ്യത. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ മഴയുടെ സാധ്യത മഴ കുറയാനുള്ള സാധ്യത കുറവാണ്. ഏകദേശം 3-ാം തീയതി വരെ ഇത്തരത്തിൽ മഴ തുടരും എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കാണാത്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ദുരന്ത നിവാരണത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും അതിനകത്ത് മറ്റു വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നാട്ടുകാരും ഒപ്പം സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയം എന്ന് തന്നെയാണ് എല്ലാവരും സമ്മതിക്കുന്നതും. എന്തായാലും വേണ്ടി വന്നാൽ കൂടുതൽ സേനാ വിഭാഗങ്ങൾ അവിടെ എത്തുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഈ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും. അത്തരത്തിൽ ഇനി കൂടുതൽ സേനാ അംഗങ്ങളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട്, വിമാനത്താവളം ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഹെലികോപ്റ്ററുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആവശ്യഘട്ടത്തിൽ എത്തിക്കാനുള്ള ആരോഗ്യ വകുപ്പ് അവരുടെ സേനയുടെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സേനാ വിഭാഗങ്ങളും പൂർണ്ണ സജ്ജമാണെന്നുള്ളൊരു അറിയിപ്പാണ് അവരുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയും. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഒപ്പം ഇനിയുള്ള തീരുമാനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും. കാരണം 2-3 ദിവസങ്ങളായി അവിടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സേനാ വിഭാഗത്തിലെ ആളുകളെ മാറ്റി കുറച്ചുപേരെ മാറ്റി പുതിയതായ ആളുകളെ എത്തിക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും മറ്റ് ഘട്ടങ്ങളിലേക്ക് കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ഡോക്ടർമാരെ വേണമെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് നൽകേണ്ട അതായത് രക്ഷപ്പെട്ടെത്തിയവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആഹാരം, അവർക്ക് കൃത്യമായി തങ്ങാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ വൃത്തിയോടും വെടുപ്പോടുകൂടിയും സൂക്ഷിക്കുക, മറ്റ് സാംക്രമിക രോഗങ്ങളുടെ സാധ്യത ഇല്ലാതാക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയും നൽകിയിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി തന്നെ സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ശരി ബിനോയ്.